അയച്ചു. സ്വഭാവം എങ്ങനെയാ? വല്ലപ്പോഴും അങ്ങനെ ഒരു ശകലം അടിക്കുമെന്നുള്ളത്. എടോ അതല്ല തന്റെ ആ സ്വഭാവം അല്ലേ ചോദിച്ചാൽ ഈ പാട്ടിന്റെ സ്വഭാവം കരച്ചിലാണോ വിഷമാണോ ദുഃഖമാണോ? കരച്ചില് പറഞ്ഞ എന്റെ പൊന്നു മാഷെ, ആണുങ്ങൾ കരയണം. കരഞ്ഞോരോരുത്തരുടെ ചീട്ട് കീറണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 2 കട്ട അങ്ങോട്ട് ഇടാം. 2 കട്ട അങ്ങോട്ട് എന്റെ കാലെ കമ്പി ഇട്ടിരിക്കുക. ഇടാ അതല്ലേ ഈ പെട്ടിയുടെ 2 കട്ട ഇടുന്ന കാര്യമാണ്. ഇതിന്റെ 2 കട്ടയോ? എനിക്കെന്തോ എനിക്കറിയില്ല. എനിക്ക് ആണുങ്ങൾ കരയണം. ആണുങ്ങൾ കരയണം. അപ്പൊ നമുക്ക് 3-ന് ഒരു പിടി അങ്ങ് വിളിച്ചാലോ? ഏത് പൊന്നും കരയും. എന്റെ പൊന്നു മാഷ, നിങ്ങൾ ഈ 3 വെള്ള സ്വിച്ച് ഇല്ലേ, ഈ വെള്ള സ്വിച്ച് 3 കൂടെ ഒരു ഞെക്കാൻ കൂടി ഞെക്കും. അങ്ങനെ വെള്ള സ്വിച്ച് 3-ൽ ഞെക്കാൻ പറ്റത്തില്ല. എന്തോ കുഴപ്പം? ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാലേ 2000 രൂപ പോകും. 3 കൂടെ അങ്ങോട്ട് അമർത്തി കഴിഞ്ഞാലേ 6000 രൂപ പോയോ? പോയി, എന്റെ പോയി, നഷ്ടമാ. വേണ്ട തുടണ്ട. അപ്പൊ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അങ്ങോട്ട് തുടങ്ങാം. തങ്കക്കു ഡുണ്ടുക്കു. എന്റെ പൊന്നു മാഷ, കണ്ണാടി എടുത്ത് പോയി. ഈ കണ്ണാടിക്ക് ഗ്ലാസ് വേണ്ടേ? ആ ഗ്ലാസ് ഇല്ലേ? പിന്നെ സെയിം ബീച്ച്. അതെന്തുവാ? ഇതിനും ഇല്ല. അത് ശരി. നമുക്ക് ഇങ്ങോട്ട് പാട്ട് തുടങ്ങും. തങ്കക്കൂടമേ സുഖിച്ചല്ലേ? സുഖിച്ചല്ല, താഴെ കൈ കുരുങ്ങിയാന്ന്. മാഷ് പാടിക്കോ? കൈ അവിടെ അങ്ങോട്ട് അടക്കാം. അങ്ങോട്ട് കുത്തി കയറ്റി പാടിക്കോ. ശ്രദ്ധിച്ചിരിക്കുക. തങ്കക്കൂടമേ എന്നെ തെച്ചില്ലേ? ഇവിടെ സാധനം വരും. ഇവിടെ സാധനം വരും. ഞാൻ അപ്പൊ എരിയുള്ള ഒരു മിച്ചർ മേടിച്ചോളൂ. എന്തിന്? ഇവിടെ ഇപ്പൊ സാധനം വരുമോ? ഇവിടെ ആ സാധനത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. ഇവിടെ മറ്റേ സംഗതി ശ്രദ്ധിച്ചിരിക്കുക. തങ്കക്കൂടമേ എന്നെ തെച്ചില്ലേ? ഒരു രക്ഷയില്ല. മുകളിൽ പോയിട്ട് താഴോട്ട് വരത്തില്ലയോ? മുകളിൽ പോയിട്ട് താഴോട്ട് വരത്തില്ലയോ? എന്റെ പൊന്നു മാഷെ, ഇരുട്ടു അത് ഞാൻ അവിടെ കിടക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ അവിടെ ഞാൻ ഇറങ്ങത്തോടെ. ഈ പാട്ടിന്റെ അകത്ത് മുകളിൽ പോയി താഴോട്ട് വരുന്ന ഒരു പോർഷൻ ഇല്ലേ? ശ്രദ്ധിച്ചിരുന്നോളാം. എന്നെ തെച്ചില്ലേ? നീ അവിടെ നിക്കണം. നീ അവിടെ വരണം. ഞാൻ അത് അങ്ങോട്ട് ചോദിക്കാതിരിക്കുമായിരുന്നു. ഞാൻ വരണോ? മാഷ് അങ്ങ് പോയാ പോരെ? എന്നാ ഇത്? എടാ നീ എങ്ങും നീ മാഷ് പോയാ മതി, ഞാൻ വരേണ്ടത്. പിടികിട്ടി. എന്തുവാ പിടികിട്ടി? നമ്മൾ രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇത് ചെയ്യാം. അതാണോ? എല്ലാം എടാ നമ്മൾ എങ്ങും പോകുന്നില്ലെന്ന് വെളുക്കുന്നിടം വരെ ഇവിടെ ഇരിക്കും. ഓക്കെ, അങ്ങനെ മനസ്സിലായി.